ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രഭാതത്തിൽ പുലർച്ചെ എണീച്ചുകൊണ്ട് പ്രഭാതത്തിൽ ഏറ്റവും നേരത്തെ എണീച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. എൻ്റെ വീഡിയോ പുതിയതായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിനും ഇല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാർക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അത് ജീവിതത്തിൽ ഷുഗർ ഇല്ലാത്ത ആളുകൾ ഒരു 99% ആളുകൾ ഷുഗറിൻ്റെ വലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കാലമാണ്. നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് അതിന് കാരണം. നമ്മൾ സ്വയമാണ് അതിന് കാരണം. നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ഒരു ഒളിഞ്ഞ കൊലയാളിയെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഒരു സമരം ചെയ്യുക. ആ സമരത്തിൽ വിജയിക്കുമെന്ന് തീർച്ച. അതിന് വേണ്ടതെന്താണ്? മരുന്നും ഗുളികയും മാറ്റിവെച്ചുകൊണ്ട് ഭക്ഷണത്തിനെ ആയുധമാക്കിക്കൊണ്ട് ആണ് നമ്മൾ അതിനെ പൊരുതുന്നത്. അതിൽ നിങ്ങളും പങ്കാളിയാവുക. ഒരു പൈസക്കും ഒരു ചെലവുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖത്തിനെ മാറ്റിയെടുക്കാൻ 100% സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ വാക്കുകൾ നിങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങൾ രാവിലെ പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി കയ്യിൽ വെക്കുക. രാത്രി ഒരു സ്പൂൺ ഉലുവ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് പ്രഭാതത്തിൽ രാവിലെ അത് ചൂടാക്കി കുടിക്കാൻ പാകത്തിന് തണുപ്പിക്കുക. രാവിലെയാണ് ഇത് ചൂടാക്കേണ്ടത്, രാത്രിയാണ് സ്പൂണിൽ ആ വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടത്. ഒരു രോഗിക്ക് 1. വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഇതിനെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ വേറെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വെളുത്തുള്ളി എടുക്കുകയും വെള്ളം കുടിച്ചതിന് ശേഷം ഗുളിക കുടിക്കുന്നത് പോലെ കുടിച്ചാൽ മതി. പിന്നെ ഈ ഉലുവ എടുത്തിട്ട് കഴിയുന്ന ആളുകൾ, ഉലുവ കഴിയുന്നല്ല, ഇത് കുഴപ്പമില്ല. ഉലുവ നമ്മളെല്ലാം സാധാരണ ഉപയോഗിക്കുന്ന ഉലുവപ്പൊടിയൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന സാധനമാണിത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വീട്ടിലുള്ള സാധനം ഭക്ഷണത്തിന് നമ്മൾ മരുന്നാക്കിക്കൊണ്ട് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റത്തിൻ്റെ തുടക്കം തുടങ്ങുകയാണ്. അപ്പോൾ പ്രഭാതത്തിൽ ആദ്യമായി നമ്മുടെ വയറ്റിൽ ചെല്ലേണ്ട സാധനം ഇതാണ്. വെളുത്തുള്ളി ചെന്നു, അതിനുശേഷം ഉലുവ. കഴിക്കാൻ കഴിയാത്തവർക്ക് ഇത് മാറ്റിവെക്കാം. കഴിക്കുന്നത് ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ കഴിച്ച് കാണിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇത്തരം ഇത് ചെയ്യേണ്ടതുള്ളൂ. കുറച്ചേരം ചമച്ച് കഴിഞ്ഞാൽ അതെന്താവും? പൊടിഞ്ഞ് ഇതാവും. അതിനുശേഷം വീങ്ങിയാൽ മതി വെള്ളത്തോട് കൂട്ടിയിട്ട്. കഴിയാത്തവർക്ക് ഉലുവ വെള്ളം മാത്രം കുടിക്കാം. ഏറ്റവും നല്ലത് ഉലുവയും ഈ വെള്ളം കുടിക്കുന്നതാണ്. എന്നിട്ട് ഇത് കുടിച്ചതിന് ശേഷമാണ് പിന്നെ എക്സസൈസ് നിർബന്ധമായിട്ടും 1/2 മണിക്കൂർ ചെയ്യണം. അത് പ്രായമായവരും ചെയ്യണം, പ്രായമില്ലാത്തവരും ചെയ്യണം. ഇത് ഷുഗർ രോഗിയും ചെയ്യണം, ഷുഗർ രോഗമില്ലാത്തവരും ചെയ്യണം. എന്താന്ന് വെച്ചാൽ ഷുഗർ രോഗികൾക്ക് മാത്രമല്ല അറ്റാക്ക് വരുന്നതും ഒരു ഭാഗം കുഴയുന്നത്. ഇപ്പം പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ ആളുകൾക്കും ഒരു ഭാഗം കുഴഞ്ഞു പോകുന്നതായിട്ട് അനുഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ പടി ഈ വെള്ളം കുടിക്കുക. രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് അത്. ഇന്ന് ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റ് ഏത് രൂപത്തില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുട്ട പുഴുങ്ങിയതായിരുന്നു കാണിച്ചു തന്നത്. ഇന്ന് ഞാൻ അതിനെ
ഓംലെറ്റ്, ഒരു 3 മുട്ടൻ്റെ പച്ചക്കറിയുടെ ഒരു ഓംലെറ്റ്, അത് അടിച്ചുകൊണ്ട് അത് ഏകദേശം ഒരു ഇത്ര കനത്തിൽ, നല്ല കനത്തിൽ തന്നെ നല്ലൊരു അപ്പം രൂപത്തിൽ ആ ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റും. എല്ലാ സാധനവും വളരെ കുറച്ചിട്ട് കണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിലെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പച്ചക്കറി മുഴുവനും ഇടാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മസാല അതിലേക്കിടാം. അത് വറുത്തെടുക്കേണ്ടത്, പൊരിച്ചെടുക്കേണ്ടത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം, ബട്ടറിൽ പൊരിച്ചെടുക്കാം, അൺസാൾട്ടഡ് ബട്ടർ, അതേപോലെ തന്നെ പ്യുവർ നെയ്യ് അതൊക്കെ കുറേശ്ശെ മതി. എന്താ പ്യുവർ നെയ്യ്? ഇതെല്ലാം നാച്ചുറൽ ഫാറ്റാണ്. നാച്ചുറൽ ഫാറ്റ്, ആ നാച്ചുറൽ ഫാറ്റ് ആണ് നമ്മളെ ശരീരത്തിന് ആവശ്യം. നമ്മൾ ഇതുവരെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? വില കുറഞ്ഞ ഡാൽഡ, അതേപോലെ തന്നെ പല നെയ്യുകളും പല ഓയിലുകളുമാണ്. അത് എന്താണ്? ഇഞ്ചൻ ഓയിലാണോ പിന്നെ എന്ത് ഓയിലാന്നില്ല ആർക്കും അറിയില്ല. ഇന്ന് എല്ലാവർക്കും ഇതറിയാണ്ട്. പിന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോലോ, അതിൽ മിക്സ് ഉണ്ടോലോ എന്നൊക്കെ പറയണതും പിടിക്കണതായിട്ട് നമ്മൾ യൂട്യൂബിൽ കാണാം. എന്നാൽ സംശയമില്ലാത്ത സാധനമാണ് കോക്കനട്ട് ഓയിൽ. എല്ലാവർക്കും സുപരിചിതമായ ഒരു ഓയിലാണ്, എണ്ണയാണ് കോക്കനട്ട്, ഒരു സംശയമില്ല. ഇപ്പോൾ സൺഫ്ലവർ ഓയിലിനെ കുറിച്ചിട്ട് പറയുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ബീജം, അതിൻ്റെ കുരു എടുത്തുകൊണ്ട് അഥവാ അത് എണ്ണ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വിലക്ക് ഇത് മാർക്കറ്റിൽ നിന്ന് കിട്ടൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിരിക്കണം എനിക്കറിയില്ല. അത്ര വിലയാണ്, അത്ര കുറച്ച് ക്വാണ്ടിറ്റിയെ കിട്ടുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം അതിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? അപ്പം ഇത് ഒരു സംഗതിനെ ഞാൻ കുറ്റം പറയല്ല, പക്ഷെ അത് കഴിക്കണ്ട. ഷുഗർ രോഗി എന്തായാലും കഴിക്കണ്ട. ഇതേവരെ നമ്മൾ കഴിച്ചല്ലോ 10, 50, 40, 20 വയസ്സോളം ആ സാധനം കഴിച്ചിട്ടല്ലേ വളർന്നത്. അതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ ആളുകൾക്ക്, ഞാൻ പറഞ്ഞ 99-3% ആളുകൾക്ക് ഷുഗറാണ്. എന്താ കാരണം? ഫാസ്റ്റ് ഫുഡ്, എണ്ണ, മറ്റേത് ഒന്നും പറയണ്ട അതിനെ കുറിച്ചിട്ട്. ഓക്കെ, നമ്മൾ സാധനം കുറ്റം പറയണ്ട, കുറ്റം വരാതെ നമ്മൾ നല്ലതിലേക്ക് മാറുക. എന്താണ്? ശുദ്ധമായ നമ്മളെ വീട്ടിൽ നിന്ന് ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ആട്ടിയ വെളിച്ചെണ്ണ, ഇല്ലെങ്കിൽ ആട്ടിയത് വാങ്ങുന്ന വെളിച്ചെണ്ണ. നമുക്ക് നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഇതുണ്ടല്ലോ, മില്ലുകളുണ്ടല്ലോ, ഓയിൽ മില്ലുകൾ ഇഷ്ടം പോലെ പോയി കണ്ട് 1 ലിറ്ററോ 2 ലിറ്ററോ അവനവൻ്റെ ആവശ്യത്തിന് വാങ്ങിക്കൊണ്ടുവന്ന് വെക്കുകയും വീട്ടിൽ സൂക്ഷിക്കുകയും ആ സാധനം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുക. അപ്പോൾ എന്ത് സാധനം ഷുഗർ രോഗി ഉണ്ടാക്കുകയാണെങ്കിൽ, കരിക്കണ സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. രണ്ടാമത്തേത് ബട്ടറിൽ ഉപയോഗിക്കുക. അപ്പം നിങ്ങൾക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും. ബട്ടറിലാവുമ്പോൾ കുറച്ചും കൂടി നെയ്യിലാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. പല ആൾക്കും പല സ്വാദായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. രണ്ടാമത്തേത് പറയാനുള്ളത്, ആദ്യം തന്നെ നമ്മുടെ വയറ്റിൽ ഇതാണ് ചെല്ലേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇത് കാണിച്ചു തന്നു. ഇനി കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റിന് കാണിച്ചു തരും. നിങ്ങൾ ഓരോ വീഡിയോസും നിങ്ങൾ കാണുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്തുക. നമ്മുടെ ജീവനും വിലയുണ്ട്. ആരോഗ്യപരമായി നമ്മൾക്ക് പണികൾ എടുക്കേണ്ടതുണ്ട്, മുന്നിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിന് നമ്മൾ മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. അസുഖമുള്ള ആളുകളും അവരുടെ സുഹൃത്തുക്കളും അവരുടെ കുടുംബക്കാരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വളരെ ലളിതമായിട്ടാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നതും കാണിച്ചു തരുന്നതും. ഇനി ഞാൻ രാവിലെ കഴിക്കേണ്ടത് ഈ വീഡിയോയിൽ കാണിച്ചു, മുമ്പും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഇതിന് ശേഷം വീണ്ടും പുതിയ അപ്ഡേറ്റ്, പുതിയ വീഡിയോ ഞാൻ ഇടുന്നതാണ്, അപ്ലോഡ് ചെയ്യുന്നതാണ്. അതും കാണുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. ഈ സന്ദേശം ഒരു മരുന്ന് രൂപത്തിൽ കഴിക്കുകയും ജീവിതത്തിനെ എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എൻ്റെ വീഡിയോ മലയാളത്തിലും ഹിന്ദിയിലും ഉണ്ട്. മലയാളം അറിയുന്നത് മലയാളം മാത്രം നോക്കി കാണുകയും ഹിന്ദിയിലുള്ളത് മറ്റുള്ളവർക്കുള്ളതാണ്, അതവർ കാണുകയും ചെയ്യും. എൻ്റെ ഈ പ്രവർത്തനം നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാനിത്
തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ഞാൻ പിന്മാറുന്ന പ്രശ്നമല്ല. ആര് കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഇന്ന് കാണും, ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കാണും. ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ഈ വാക്കുകൾ, എൻ്റെ ഈ അറിവുകൾ, ചെറിയ അറിവുകൾ, എന്നാൽ ഒരു ഷുഗർ രോഗിക്ക് സമാധാനം കിട്ടുന്ന അറിവുകൾ ഇവിടെ മുഴങ്ങി നിൽക്കും. അതിനെക്കുറിച്ച് മനസ്സിലാക്കും. ഒരു വ്യക്തിക്ക് അതിൻ്റെ സുഖം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിജയിച്ചു. സർവശക്തനായ സൃഷ്ടാവ് എനിക്കതിൻ്റെ പ്രതിഫലം തരുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഇത് ഒരു ആള് അസുഖം മാറുന്നത് വരെ അവനക്ക് എന്തുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും. അസുഖം മൂത്ത ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് കണ്ട് മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് ജീവിതം ആസ്വദിക്കണമെന്ന് വിനീതമായി ഞാൻ പറയുന്നു. ഞാൻ എത്ര കോൺഫിഡൻറ്റോടു കൂടി പറയാൻ കാരണം, എന്നോട് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ബാക്കിക്ക് വന്നുകൊണ്ട് മരുന്ന് കഴിക്കാതെ തീർച്ചയായിട്ടും എൻ്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും ഭയപ്പെട്ടുകൊണ്ട്. ഞാൻ ഭയപ്പെട്ടില്ല. കാരണം ആ മരുന്ന് മരിക്കുന്നത് വരെ ഞാൻ മരണത്തിനെ കാത്തിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. മരുന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ ആ മരുന്ന് മാറ്റി വെക്കുക, അതിന് ഞാൻ തയ്യാറല്ലായിരുന്നു. എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഒരു പ്രത്യേക തരത്തിലാണ് എൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടൊരു ഏകദേശം ധാരണ വെച്ച് പുലർത്തുന്ന ഒരാളാണ്. അപ്പം ആ നിലയ്ക്ക് ഞാൻ അന്വേഷണം ആരംഭിക്കുകയും എൻ്റെ ജീവിതം എനിക്കുള്ളതാണ്, അതിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ? കാരണം എനിക്ക് അത് നോക്കൽ ആവശ്യമായിരുന്നു. അതിൽ വിജയിച്ച ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ നിങ്ങൾക്കിത് അറിയിച്ചു തരുന്നത്. ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അസുഖം, ഷുഗറിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ രാവിലെ തുടങ്ങേണ്ടതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതും ഉച്ചക്ക് കഴിക്കേണ്ടതും രാത്രി കഴിക്കേണ്ടതും വളരെ വ്യക്തമായി ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ഓരോ സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്യും ഭക്ഷണത്തിൽ. അതും കൂടി നിങ്ങൾ കാണണം. അതുവരെ ഞാൻ എന്ത് ചെയ്യൂല, ആദ്യം തന്നെ ചെയ്യൂല. എൻ്റെ ചില വീഡിയോകളിൽ അങ്ങനെ ചെയ്തത് പറയുന്നുമുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ അസുഖം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണോ ആഗ്രഹം വരുന്ന ആ സാധനം കഴിക്കാമെന്ന്, തുടക്കത്തിലല്ല. അതുകൊണ്ട് തുടക്കക്കാർ ഒരു മാസം ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സ്വന്തം രോഗത്തിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥനയും. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.